രേണുവിനെയും അതോടൊപ്പം തന്നെ കിച്ചുവിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് അടിക്കുന്നവരുടെ എണ്ണം കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം കിച്ചു ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും കിച്ചുവിന്റെ പോസ്റ്റിന് താഴെ വന്ന് കുറേ അധികം നെഗറ്റീവ് പറയുന്നവരും, അതോടൊപ്പം തന്നെ രേണു എന്തെങ്കിലും തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും അതിന് താഴെ വന്നുകൊണ്ട് അങ്ങേയറ്റം നെഗറ്റീവ് അടിക്കുന്നവർ ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ കടന്ന് കമന്റ് ബോക്സിൽ കടന്ന് മെഴുകുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് കിച്ചു രേണുവിനെ കാണാൻ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കം എന്ന് പറയുന്നത്. അത് രേണു തന്നെയാണ് ആ ഒരു തുടക്കം ഇട്ടത്, കിച്ചു കാണാൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനുശേഷം കിച്ചു പിന്നെ ഒരു വീഡിയോ ഇട്ടു. കിച്ചു ഇട്ട വീഡിയോ എന്ന് പറയുന്നത് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ കിച്ചു ഇന്നലെ ഇട്ടിരുന്നു. പക്ഷെ അത് രേണുവിനെ കാണാൻ പോകുന്നതാണോ മറ്റെന്തെങ്കിലും ആണോ എന്നത് കിച്ചു വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റ് ബോക്സിൽ വന്ന ചെറിയ അഭിഷേകങ്ങൾ നല്ല രീതിക്കായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം കിച്ചുവിനെ ഉപദേശിക്കുന്നതും കിച്ചുവിനെ താറ്റുന്നതും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് വേറെ. പിന്നെ രേണു വേറൊരു തരത്തിലുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതിന് താഴെ പോയി കുറേ എണ്ണം കിടന്ന് അതിൽ ചെന്ന് കുരുപൊട്ടിക്കുന്നു, അതിൽ ചെന്ന് മെഴുകുന്നു. എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് സൂക്കേടെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഈ ഒരു സാഹചര്യത്തിൽ പോലും അനാവശ്യമായിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അങ്ങ് ഒരുമാതിരി അങ്ങ് എന്താ പറയുക, ഒന്നും സാഹചര്യം പോലും മനസ്സിലാക്കാതെ ഓരോന്നങ്ങ് പറയുവാണ്. ഇനി അതൊക്കെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ അതാ അടുത്തൊരു കാര്യമായിട്ട് കിച്ചു വന്നിരിക്കുന്നു. അതായത് കിച്ചു ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്ന് പറയുന്നത് ഇന്നലെ കിച്ചു ഇട്ട പോസ്റ്റ്, ആ ഒരു വീഡിയോ ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇന്നിപ്പോൾ ഋതപ്പനുമൊത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ കിച്ചു ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഷെയർ ചെയ്തിരിക്കുകയാണ്. ഋതപ്പനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കിച്ചുവിൻ്റെ ആ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ കിച്ചു തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് താഴെ വന്നും ഇനി ആരൊക്കെ കുരു പൊട്ടിക്കും എന്നുള്ളത് കണ്ടറിയാം. കാരണം ഇത് ഇപ്പോൾ പോയി കണ്ട ഇപ്പോഴത്തെ ആ ഒരു ഫോട്ടോ ആണോ ഇനി മുൻപത്തെ ഫോട്ടോ ആണോ എന്നൊന്നും അറിയാൻ വയ്യ. പക്ഷേ കിച്ചു ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ട് ഇന്നിപ്പോൾ ഈ ഒരു ഫോട്ടോ വന്നു. ഒരു കാര്യം വ്യക്തമാണ്, കിച്ചുവിന് ഈ പറയുന്ന രീതിയിൽ ഋതപ്പൻ്റെ അടുത്ത് അവൻ്റെ അനിയൻ്റെ അടുത്ത് അവന് ഒരു തരത്തിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പോസ്റ്റിന് താഴെ വന്നിട്ട് നീ രേണുവിനെ കാണാൻ പോയില്ലേ, രേണുവിനോട് നിനക്ക് എന്താണ്, നീ രേണുവിൻ്റെ ഈ അവസ്ഥയിൽ സന്തോഷിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്ത കുറേയധികം കമന്റുകൾ ഈ പോസ്റ്റിന് താഴെയും വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വല്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഈ പറയുന്ന രീതിയിൽ രേണു കിച്ചു ഇവർക്ക് രണ്ടുപേർക്കും അല്ല, ഈ കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നവർക്കാണ് ഈ പ്രശ്നം അത്രയും എന്ന് പറയുന്നത്. മറ്റൊരു വശം എന്ന് പറയുന്നത് ഇവർക്ക് ഈ കിടന്ന് മെഴുകാൻ വേണ്ടിയിട്ട് ശരിക്കും ഓരോ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രേണു ആയാലും കിച്ചു ആയാലും ഒക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രേണു നമുക്കറിയാം ഈ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആ വീഡിയോസിൽ തന്നെ ഇപ്പോൾ ഈ ഒരു കിച്ചുവിൻ്റെ വിഷയം ഉണ്ടായത് തന്നെ രേണു അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു വിമർശനം ഉണ്ടായത്. അത് പിന്നെ രേണുവിനെതിരെയും ഒരുപാട് തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും അത് മനസ്സിലാക്കാതെ കുറേ എണ്ണം കിടന്ന് രേണുവിനെതിരെയും പറയുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ രേണു ആയാലും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം. മാക്സിമം വീഡിയോസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ പറയുന്ന രീതി ഇന്നലെയും രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്നിട്ടും ഈ പറയുന്ന രീതി കമന്റ് ബോക്സിന്റെ കാര്യം രേണു തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എന്തിനാണ് എന്നെ വന്ന് ഇങ്ങനെ പറയുന്നത്, അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നുകിൽ രേണു ഈ ഒരു സാഹചര്യത്തിൽ കംപ്ലീറ്റ്ലി റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. ഈ പറയുന്ന രീതി സോഷ്യൽ മീഡിയ ഒഴിവാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കമന്റ് ബോക്സ് തുറന്ന് നോക്കാതിരിക്കുക, അതാണ് മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത്. രേണു ഇപ്പോൾ വീഡിയോ ചെയ്തിടുന്നത് ഓക്കെ, പക്ഷേ ഈ പറയുന്ന രീതിയിൽ കമന്റ് ബോക്സിൽ വരുന്ന ഓരോ കമന്റുകളും അത് എന്താണെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കത്തില്ല വരുന്നത്. അതുകൊണ്ട് കമന്റ് ബോക്സ് തുറന്ന് നോക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുക, ഈ പറയുന്ന രീതിയിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൽ നിന്നെല്ലാം റിക്കവറായി വരുന്ന ആ ഒരു കാര്യമാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ വീഡിയോസ് ചെയ്യുന്നതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് ഏറെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ വന്ന് കമന്റ് ബോക്സിൽ പറയും അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്ന്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സാഹചര്യം മനസ്സിലാക്കാതെ പല രീതിയിൽ പലതരത്തിൽ പറയും. അത് ആൾക്കാരുടെ, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു അവസ്ഥയാണ് അതെന്ന് പറയുന്നത്. അതിനെ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും തന്നെ കാര്യമില്ല. രേണു തന്നെ ആയാലും രേണുവിന് എതിരെ പറയുന്നവരെ എത്രയൊക്കെ എന്തൊക്കെ തരത്തിലുള്ള തെറിവിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് രേണു തന്നെ പല വീഡിയോയിലും വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേണുവിന് ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. അത് രേണുവിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആ ഒരു രീതി ചേഞ്ച് ആയതെന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ രേണു കൂടി അത് മനസ്സിലാക്കണം. രേണു ആവശ്യമില്ലാതെ ഓരോരുത്തർ ട്രിഗർ ചെയ്യാനായിട്ട് നോക്കരുത്. അതാണ് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ രേണു ചെയ്യേണ്ട കാര്യം മാക്സിമം റെസ്റ്റ് എടുക്കുക, സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ കമന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി നോക്കാതിരിക്കുക.
ഇനി പരാതികൾ മാക്സിമം ഒഴിവാക്കുക. അതായത് ഈ വീഡിയോയിൽ വന്ന് പരാതി പറയുക, അവർ വന്നില്ല, ഇവർ വന്നില്ല, കിച്ചുവിൻ്റെ കാര്യം തന്നെ പറഞ്ഞ് അതൊക്കെ വലിയ തോതിൽ പിന്നെ രേണുവിന് തന്നെ അഗെയിൻസ്റ്റായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഈ ഒരു സാഹചര്യം നല്ലതെന്ന് പറയുന്നത്. ഇപ്പോൾ അതാ കിച്ചു വിട്ട ഈ ഒരു പോസ്റ്റ്, അതായത് ഋതപ്പനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ആ ഒരു പോസ്റ്റ് തന്നെ. ഇനിയിപ്പോൾ ഇതിന് താഴെ വന്നിട്ട് കുറേയധികം രേണുവിനെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ അകത്ത് വന്ന് കിച്ചുവിനെതിരെ സംസാരിക്കും. അതോടൊപ്പം തന്നെ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണു ഇടുന്ന വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് രേണുവിനെതിരെ കുറേ എണ്ണം കൊണ്ടുവന്ന് പൊങ്കാലിടുന്ന തരത്തിലൂടെ അതിൻ്റെ അകത്ത് കാര്യങ്ങൾ മാറും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും എല്ലാത്തിൻ്റെയും ഒരു അവസാനം കിച്ചു ഇപ്പോൾ ഋതപ്പനും ഒപ്പമുള്ള ആ ഒരു ഫോട്ടോ പങ്കിട്ടതിന് പിന്നാലെ രേണുവിനെയും ഈ ഒരു സാഹചര്യത്തിൽ കിച്ചു കാണുമെന്ന് തന്നെയാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. പക്ഷെ ഇന്നലെ കിച്ചു ആ ഒരു വീഡിയോ ഇട്ടതിന് പിന്നാലെ പലരും പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നീ കാണാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തരത്തിലും പലരും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, രേണുവിന് കിച്ചുവിനെ കാണാൻ ആഗ്രഹമുണ്ടോ, കിച്ചുവിന് രേണുവിനെ കാണാൻ ഈ ഒരു സാഹചര്യത്തിന് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർ കണ്ടുമുട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിലോ ഒന്നും തന്നെ ആരെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല. എന്നാലും കിച്ചു ഇപ്പം ചെയ്ത ഈ ഒരു കാര്യം നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു പിണക്കമായാലും എന്ത് കാര്യമായാലും അത് മനസ്സിൽ വെച്ചിരിക്കാതെ ഈ ഒരു രീതി, ഇപ്പോൾ അവൻ്റെ അനിയൻ തന്നെയാണ്, അവൻ്റെ ആ ഒരു അനിയനെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതവൻ ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.